നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളാണ് ടൈറ്റാനും കല്യാൺ ജുവലേഴ്സും. ഈ രണ്ട് കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ടൈറ്റാൻ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.18% ഇടിഞ്ഞ് 3713 ക്ലോസിംഗ് നൽകി. 3.29 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 99.82, ഡിവിഡൻഡ് ഈൽഡ് 0.27%. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 3750, 52 വീക്ക് ലോ 2269. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 4% റിട്ടേൺ നൽകുകയും ഒരു വർഷം കൊണ്ട് 46% റിട്ടേൺ നൽകുകയും ചെയ്തു. ടൈറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനി ഇയർ ഓൺ ഇയറിൽ 21% വളർച്ച കൈവരിക്കും എന്നാണ് പറയുന്നത്. കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിൽ 90 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 2949 എത്തിക്കുകയും ചെയ്തു. ഇനി ടൈറ്റാൻ്റെ ഓരോ സബ് ഡിവിഷനിലെയും പെർഫോമൻസ് മനസ്സിലാക്കാം. ആദ്യത്തെ ടൈറ്റാൻ്റെ സബ് ഡിവിഷൻ ബിസിനസ്സായ ജ്വല്ലറി സെഗ്മെൻറ്റ് ബിസിനസ്സിൽ കമ്പനി 21% വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചിരിക്കുന്നത്. വെഡ്ഡിംഗ് സീസണിൻ്റെയും ഫെസ്റ്റീവ് സീസണിൻ്റെയും ബെനിഫിറ്റ് കമ്പനിക്ക് ലഭിച്ചു. ഇതാണ് ഹൈ മൊമെൻറ്റം പെർഫോമൻസ് നിലനിർത്താനുള്ള ഏറ്റവും പ്രധാന കാരണം. ഇനി ടൈറ്റാൻ്റെ ജ്വല്ലറി ബിസിനസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും അവരുടെ ഫുട് പ്രിൻറ്റ് വർദ്ധിപ്പിക്കുകയാണ്. ടൈറ്റാൻ്റെ സബ്സിഡറി കമ്പനിയായ തനിഷ്ക് USA-യിൽ 2 സ്റ്റോറുകളും മിയ ദുബായിൽ 1 സ്റ്റോറും ഓപ്പൺ ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിൽ ടൈറ്റാൻ്റെ സബ്സിഡറി കമ്പനികൾ 34 പുതിയ സ്റ്റോറുകളാണ് ഓപ്പൺ ചെയ്തത്. ഇതിൽ 18 സ്റ്റോറുകൾ തനിഷ്കും 16 സ്റ്റോറുകൾ മിയയും ഓപ്പൺ ചെയ്തു. രണ്ടാമത്തെ സെഗ്മെൻറ്റായ വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ കമ്പനി 23% വളർച്ച ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചു. ഇതിൽ തന്നെ അനലോഗ് വാച്ച് സെഗ്മെൻറ്റിൽ കമ്പനി 64% വളർച്ച കൈവരിച്ചു. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ 25 പുതിയ സ്റ്റോറുകൾ കമ്പനി ഓപ്പൺ ചെയ്തു. ടൈറ്റാൻ വേൾഡ് 9 സ്റ്റോറുകളും ഹിലോസ് 11 സ്റ്റോറുകളും ഫാസ്റ്റ് ട്രാക്ക് 5 സ്റ്റോറുകളുമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ടൈറ്റാൻ്റെ സബ്സിഡറി കമ്പനിയായ കാരറ്റ് ലൈനും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇയർ ഓൺ ഇയറിൽ 31% ഗ്രോത്ത് കമ്പനി നേടുകയും 16 പുതിയ റീറ്റെയിൽ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ടൈറ്റാൻ്റെ ഐ കെയർ ബിസിനസ് 3% വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചത്. സ്റ്റോക്ക് 3712 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 3500 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് കല്യാൺ ജുവലേഴ്സ് കഴിഞ്ഞ ദിവസം 1.32% ഇടിഞ്ഞ് 389 ക്ലോസിംഗ് നൽകി. 379 52 വീക്ക് ഹൈ, സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ 100 രൂപ. 36,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 74.28. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കല്യാൺ ജുവലേഴ്സ് 11.5% റിട്ടേണാണ് നൽകിയത്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 120% റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 186% റിട്ടേണും നൽകി. കല്യാൺ ജുവലേഴ്സും ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് ഈ ക്വാർട്ടർലി റിസൾട്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഗോൾഡിൻ്റെ പ്രൈസിൽ എക്സ്ട്രീം വോളറ്റിലിറ്റി ഉണ്ടായിട്ടും കമ്പനി അതിൻ്റെ ഫുട്ഫോൾസും അതുപോലെ തന്നെ റവന്യൂ ഗ്രോത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വിജയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓവറോൾ റവന്യൂ ഗ്രോത്ത് 33% ഉയരുമെന്നാണ് ബിസിനസ് അപ്ഡേറ്റിൽ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 22% റവന്യൂ ഗ്രോത്ത് ആയിരുന്നു കമ്പനി നേടിയത്. അതിൽ തന്നെ ജ്വല്ലറി സെഗ്മെൻറ്റിലെ റവന്യൂ ഗ്രോത്ത് 40%-ലേറെയായി വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കല്യാൺ ജുവലേഴ്സ് 22 പുതിയ ഷോറൂമുകൾ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്തു. ഇതിൽ 16 ഷോറൂമുകളും ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ് ബിസിനസ് മോഡൽ വഴിയാണ്. അതോടൊപ്പം തന്നെ 2025 ഫിനാൻഷ്യൽ ഇയറിൽ 80 ഷോറൂമുകൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റിൽ കമ്പനി സൈൻ ചെയ്യുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിലും കമ്പനി 6% വളർച്ച കൈവരിച്ചു. ഇയർ ഓൺ ഇയറിൽ മിഡിൽ ഈസ്റ്റിൽ കൺസോളിഡേറ്റഡ് റവന്യൂവിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള റവന്യൂവിൻ്റെ കോൺട്രിബ്യൂഷൻ 13%-അടുത്താണ്. ഇതോടൊപ്പം തന്നെ കല്യാൺ ജുവലേഴ്സിൻ്റെ ഡിജിറ്റൽ ജ്വല്ലറി പ്ലാറ്റ്ഫോം 34% വളർച്ച ഇയർ ഓൺ ഇയറിൽ കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഡിസംബർ 31 കണക്ക് പ്രകാരം കല്യാൺ ജുവലേഴ്സിന് ടോട്ടൽ 235 സ്റ്റോറുകളാണുള്ളത്. വരുന്ന ക്വാർട്ടറിൽ, അതായത് 2024 മാർച്ച് ക്വാർട്ടറോടുകൂടി 15 പുതിയ ഷോറൂമുകൾ ഇന്ത്യയിലും 2 ഷോറൂമുകൾ മിഡിൽ ഈസ്റ്റിലും ഓപ്പൺ ചെയ്യാനുള്ള പ്ലാനുണ്ട്. കമ്പനി അതിൻ്റെ 250ാമത്തെ ഷോറൂം അയോധ്യയിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ 27.12% വളർച്ച കൈവരിക്കുകയും റവന്യൂ 3473 കോടിയിൽ നിന്നും 4415 കോടിയിലേക്ക് കമ്പനി ഉയർത്തുകയും ചെയ്തു.
കല്യാൺ ജുവലേഴ്സും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഒരു വർഷം കൊണ്ട് 317% റിട്ടേൺ സ്റ്റോക്ക് നൽകി. 360 നിന്നും പ്രൈസ് റിജക്ഷൻ വന്ന് സ്റ്റോക്ക് 357 ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്കിനെ 320, 300 തുടങ്ങിയ ലെവലുകളിൽ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്